ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് മൈദപ്പൊടി വേണം, ഒരു 50 ഗ്രാം. അപ്പോൾ മൈദപ്പൊടി എടുക്കുന്നതുകൊണ്ട് നിങ്ങളാരും ചപ്പാത്തി പരത്താനാണെന്ന് വിചാരിക്കരുത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിൽ ആണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓൺ എന്ന് പറഞ്ഞ് എനേബിളാക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ എടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം വരെ കാണാൻ നിൽക്കേണ്ട, ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യുക. നമ്മുടെ മലയാളം ആക്ടേഴ്സിൽ വളരെയധികം സിംപ്ലിസിറ്റി ഉള്ളൊരു നടന്മാരിലൊരാളാണ് നമ്മുടെ pakru ചേട്ടൻ. ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. ഒരുപാട് ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അദ്ദേഹത്തെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പൊടി ചെയ്യുന്നത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചു. സംഭവം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പേപ്പറിലാണ് കുറച്ചും കൂടി നമുക്ക് ഈസി. ഇത് ഒന്ന് ഇളകുന്ന സമയത്ത് നമ്മുടെ ബോർഡറും ഇതെല്ലാം പോയി പൊടി വീണ്ടും മൂടുന്നൊരവസ്ഥയാണ്. വരയ്ക്കാൻ ഇത്തിരി പാടാണ്. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യുകയാണ്. എന്താവും എന്നുള്ളത് അവസാനം നിങ്ങൾ കാണുക. 9 മിനിറ്റ് വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഈ പൊടിയൊക്കെ വിതറിയിരിക്കുന്നത് സാധാരണ ഒരു ഫ്ലോറാണ്. ബ്ലാക്ക് നിറത്തിലുള്ള നമ്മുടെ വീട്ടിലെ സാധാരണ നില മുതലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെറുതായിട്ട് പുറത്തുനിന്ന് സൂര്യൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഒരു ഡാർക്ക്നെസ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അധികം പൊടിയൊന്നും എന്താ പറയുക ലെയറായിട്ട് നല്ല കനത്തിലൊന്നും ഇട്ടിട്ടില്ല. ഒരു 50 ഗ്രാമിൽ മാക്സിമം അത്രേ വരുള്ളൂ. നിലം കറക്റ്റ് കവറാവുന്ന രീതിയിലും ഞാനിപ്പോൾ പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു ടിപ്സ് കൂടി പറഞ്ഞറിയുക. കറക്റ്റായിട്ട് നല്ല ബ്ലാക്ക് പൗഡർ മൊത്തം തൂത്തെടുക്കാനായിട്ട് നമ്മുടെ പോയിൻ്റ് ബ്രഷുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് വേണമെങ്കിൽ ബ്രഷിൽ ഇത്തിരി ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഉപ്പെടുത്താൽ മതി. അത് ഫൈനൽ ടച്ചിൽ ചെയ്താൽ മതി. ആദ്യം ഇതുപോലെ പേന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് ഫൈനലാവുന്ന സമയത്ത് നല്ല ഡാർക്ക് വരേണ്ട ഭാഗങ്ങളിൽ പയ്യെ വേണമെങ്കിൽ ഏറ്റവും പോയിൻ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ഒന്ന് ഇത്തിരി നനച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ ടച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ നല്ല ഒക്കെ ആയിട്ട് നീറ്റായിട്ട് കിട്ടും. നമ്മുടെ ചാനലിൽ കുറേ ആക്ടേഴ്സിൻ്റെ ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ pakru ചേട്ടൻ്റെ വരച്ചിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ആരാ ചെയ്യും, ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പം എന്നാൽ പിന്നെ വീട്ടിലുണ്ടായിരുന്ന പൊടി ഇതാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ്
ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനലിലൊരു 3 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നേരെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിലാണ് അതുള്ളത്. കാണാത്തവർ പോയി അത് കാണുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് വീഡിയോസ് മാത്രമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നേരെ പ്ലേ ലിസ്റ്റ് എടുക്കുക. ഒന്ന് ട്രാവൽ വീഡിയോസും ഒന്ന് ആർട്ട് വീഡിയോസുമാണ് ഡ്രോയിങ് വീഡിയോസ്. അപ്പോൾ ആ ഡ്രോയിങ്ങിൽ മാത്രം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോയിങ് വീഡിയോസ് മാത്രമായിട്ട് കാണാൻ സാധിക്കും. ട്രാവൽ ഇഷ്ടമുള്ളവർക്ക് ട്രാവൽ വീഡിയോസ് കാണാം. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് നമ്മുടെ സാൻഡ് ആർട്ടിസ്റ്റുകൾ സാൻഡിൽ ആർട്ട് ചെയ്യുന്നതിനോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യാതെ പോകരുത്. എല്ലാവരും ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് അങ്ങനെയാണ് പോകും. യൂട്യൂബിൽ മെയിനായിട്ട് കയറി കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്. ചിലർ മാത്രമാണ് കമൻറ്റും ലൈക്കൊക്കെ ചെയ്തിട്ട് പോകുന്നത്. ഇങ്ങനത്തെ പിക്ചർ ഒരുപാട് രീതിയിൽ ആളുകൾ വരച്ച് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ വരച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലായിരിക്കും വരച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ബ്ലാക്ക് കറക്റ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഞാൻ കത്തി ഉപയോഗിച്ച് നൈസായിട്ട് നിലത്തൂടെ എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി കൂടുതൽ പൗഡർ നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കത്തി ഉപയോഗിച്ച്. ലാസ്റ്റ് ആ ബ്രഷ്, ചെറിയൊരു ബ്രഷ് ഉണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. അപ്പോൾ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.